ഓം ശ്രീ ഗുരുഭ്യോ നമ. സരളം സംസ്കൃതം പാഠശാലയിലേക്ക് എല്ലാ സുമനസ്സുകൾക്കും സ്വാഗതം. നമസ്തേ. അധ്യാത്മരാമായണം യുദ്ധകാണ്ഡം ഭാഗം 15 വരുണകൃത ശ്രീരാമസ്തുതി. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം രാമ രമാപതേ. ആദികാലേ തവ മായാഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവോ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ ഇന്നന്യഥാ കർത്തും ആരുള്ളതോ ശക്തരായി. താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസാശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞോ ഭവാൻ കാരണപൂരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായിതോ ദേവാദികൾ തഥാ. തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോ ഭൂതങ്ങളായി പ്രജേശാദികൾ. തത്തമോത്ഭൂതനായി ഭൂതപതിതാനും ഉത്തമപുരുഷ രാമദയാനിധേ. മായയാച്ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം. ദുർഗുണനായി സദാചിദ്ഘനനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷദനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപകമോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാ ലകുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരുണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമ ലങ്കാമാർഗമാശു ദദാമി തേ. ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനോ മരുൾ ചെയ്തോ. ബാണം മതീയമമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യം എന്തതിനുള്ളതും. വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാന്നിധേ. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം മന്യോന കാരുണ്യ സിന്ധോ ജഗൽപദേ. ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ട് നിശാചരരെത്രയും പാരം ഉപദ്രവിച്ചിടുവോർ. വേദാലവിടേക്കയക്യ ബാണം തവ ലോകോപകാരകാമതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരം ആമയം തേടിയിടും ആഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പുക്കിതാതരാൽ.
ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ. തൽക്കുലദേശവുമന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരമന്നേരമാകുലമെന്നിയെ മജ്ജലേ സത്വരം. സേതുബന്ധിക്ക നളനാം കപിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പ ക്രിയാതൽപരനെത്രയും. വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും. വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടനബ്ധിയും മെല്ലെ മറഞ്ഞരുളിടിനാൻ. സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണന്മാരോടും. പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനെ. തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്നിച്ചു സത്വരം. പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാര വീര്യമിയെന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരഭസം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തെരുതരെ. കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ നേരെ ശതയോജനായതം ആയുടൻ 25 യോജന വിസ്താരമാം വണ്ണം. ഇത്തം പടുത്തു തുടങ്ങും വിധോ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ഉത്തമമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്നിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനേവമരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോളവൻ. ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരാണസി പുക്കു. ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തഥ ശ്രീമൽ സമുദ്രേ കളഞ്ഞു തദ്ഭാരവും. മജ്ജനം ചെയ്യുന്ന മർത്യനെന്നോട് സായുജ്യം വരും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുതമദ്രിപാഷാണതരുക്കളാൽ അതിനെ തീർന്നു 14 യോജന. തീർന്നിത് 20 യോജന. പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന. 4-ാം ദിനം 22 പോലെ 23 5-ാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനായതം ചാഞ്ചലമെന്നിയെ തീർന്നോരനന്തരം. സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ഠേ കരേറി രഘുത്തമൻ താരേയ കണ്ഠേ സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബലാചലമുകളേറിനാർ വാനരസേനയോടും ദ്രുതം. ലങ്കാപുരാലോക
നാശയാ രാഘവൻ ശങ്കാവിഹീനം സുബലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. സ്വർണമയധ്വജ പ്രാകാര തോരണപൂർണം മനോഹരം പ്രാസാദസങ്കുലം കൈലാസശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല പരിഘ ശതഘ്നീ സമന്യുതം. പ്രാസാദമൂർധ്നി വിസ്തീർണദേശേ മുദാ വാസ്തവതുല്യപ്രഭാവേന രാവണൻ രത്നസിംഹാസനേ മന്ത്രിഭിः സങ്കുലേ രത്നദണ്ഡാതപത്രൈരുപശോഭിതേ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീച്ചു. നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടോ രഘുത്തമൻ. വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ. മുന്നേ നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയയ്ക്കാമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. രാവണശുക സംവാദം. പങ്ക്തിമുഖനും അവനോടു ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകെടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടരോ. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുഗൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിയിടിനാൻ. രാക്ഷസരാജപ്രവരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധുതന്നുത്തരതീരോപരി ചെന്നാരന്തരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരെ. രാമപ്രഭോ പാഹി പാഹീതി ഞാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു ദൂതനവധ്യനയപ്പിൻ എന്ന് ആദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവവീരൻ അനുജ്ഞയാ സാദരം. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക, സീതയെ നൽകിയിടു കൊന്നുകിലല്ലായിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നോ പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോന്നിങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരോമതിന്നു ബലമെങ്കിൽ എന്നോടു പോരിനായിക്കൊണ്ടോ പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പൂക്കൊരു രോഷവും ആശു തീർത്തിയിടുവൻ. നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ. നിന്നുടെ സോദരൻ തന്നോടുകൂടവേ സുഗ്രീവലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ കപിപുങ്കവപാലിതം. പർവ്വതസന്നിഭന്മാരായ വാനരരുർവി കുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം.
സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാം വരനായ കുമാരനും. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീന മലറി നിൽക്കുന്നവർ. 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാൻ ഉഴറ്റോടെ വാൽ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വന്യനന്ദനൻ. അംഗദനാകും ഇളയ രാജാവതിൻ അങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ. വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങിനെ ബാലിതൻ നന്ദനാദ്രിശൃംഗോപമൻ. തൽപാർശ്വസീംനി നിൽക്കുന്നതു വാതാത്മജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശ്വേതൻ രജതസമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളനതിനങ്ങേത് ബോധമേറ്റം വിശ്വകർമാവു തന്മകൻ. താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും. മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാധി ശതബലി. സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവക്ഷനും. ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ. ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങിനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനര നായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം. ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിരുവരെ വരും. ശ്രീരാമദേവനും മാനുഷനല്ലാതി നാരായണനാംബരൻ പുരുഷോത്തമൻ. സീതയാകുന്നത് യോഗമായാദേവി സോദരൻ ലക്ഷ്മണനായതനന്ദനും. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ. വൈരമവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശോ ഭവിക്കുമെല്ലാവനും. പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസ മേധോസ്ഥി മൂത്ര മലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും. ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാത ജനങ്ങൾക്കതോർക്ക നീ. ഹന്ത ജഡാത്മകമായ കായത്തിങ്കലെന്തൊരാസ്ഥാഭവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഘങ്ങൾ കൃതങ്ങളാകുന്നതും. ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു. രോഗജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളക നീ.
ആത്മാവു നിർമ്മലനവ്യയൻ അദ്വയൻ ആത്മനാമാത്മന കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സൂകരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതു പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം. ഉള്ളവനോർക്കൂ മഹാമതേ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോര തപോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാപരനദ്വയൻ. സീതയെ രാമനു കൊണ്ടക്കൊടുത്തു തൽപാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലാകിലാശു കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊൾകടോ. രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം. ദേവം മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം. സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം വിഭീഷണസേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടും അതിനില്ല സംശയം. ഇത്തം ശുകവാക്യമജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുക്രനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെപ്പോലെ നിസ്ത്രപം ശിക്ഷ ചൊല്ലുവാനെന്തു കാരണം. പണ്ടു നീ ചെയ്തൊരു ഉപകാരമോർക്കയാലുണ്ടു കാരുണ്യമെനിക്കതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശോ മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ. എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തന്മന്ദിരം പൊക്കിരുന്നിടിനാൻ. ശുകന്റെ പൂർവവൃത്താന്തം. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രാധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദികൾ കർമ്മങ്ങൾ ചെയ്തു മേവിടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ. വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരേ. നിർജ്ജര വൈരി കുലശ്രേഷ്ഠനാകിയ വജ്രദംഷ്ട്രൻ മഹാദുഷ്ടൻ നിശാചരൻ. എന്തൊന്നു നല്ലോ ശുകാപകാരത്തിനെന്നന്തരവും പാർത്തിരിക്കും വിധോ. കുംഭോത്ഭവനാമഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായാനൊരു ദിവസം ബലാൽ. സംഭൂജിതനാമഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ
സ്നാതുംഗതേ മുനൗ ഉംഭോത്ഭവേ തഥാ യാതുദാനാധിപൻ വജ്രദംഷ്ട്രാസുരൻ ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ചന്തരാ ചൊന്നാൻ ശുഗനോടു മന്ദഹാസാന്യുതം. ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ട് മൃഷ്ടമായുണ്ണേണമിന്നോ നമുക്കെടോ. ഛാഗമാംസം വേണമല്ലോ കറി, മമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണസത്തമൻ. എന്നളവേ ശുഗൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൾ. മധ്യേ ശുഗപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനായി മായയാ. മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രൈവ വജ്രദംഷ്ട്രൻ മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുഗനെ ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായി നീ പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ. ഇത്തം ശപിച്ചിതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രം ഇത്തം എന്നതു കേട്ടു ഇത്തം ശപിച്ചിതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം. മാംസോത്തരം ഭുജിക്കേണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിന്നു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലെന്തോ പറഞ്ഞതു നീ സഖേ, നല്ല വൃത്താന്തം ഇതെന്നോടു ചൊല്ലണം. എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷം ഈ ദിജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്നഞ്ജസാ ഞാനതു കേട്ടിതു ചെയ്തതും. ഇത്തം ശുഗോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തം ഉൾക്കാമ്പോ കൊണ്ടു കണ്ടോരളവുൾത്താപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും. വഞ്ചിതന്മാരായി വയമ്പത യാമിനി സഞ്ചാരികളിതോ ചെയ്തതോ നിർണയം. ഞാനുമതി മൂഢനായി ചമഞ്ഞേൻ ബലാലൂനം വരാവിധി മതമെന്നുമേ. മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം, സത്യപ്രധാനനല്ലോ നീയുമാകയാൽ. നല്ലതോ വന്നുകൂടും മേലിൽ നിർണയം, കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ. ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വച്ചുകൊള്ളും ദൃഢം. രാവണഭൃത്യനായി നീയും വരും ചിരം, കേവലം നീ അവനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്ന രാകുലമെന്നിയെ ലങ്കാപുരാന്തികേ. നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക. രാവണാത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. ഇത്തമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം. മാല്യവാന്റെ വാക്യം. ചാരനായോരു ശുഗൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു രാവണ മാതാവു തൻ പിതാ ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തി യഥോചിതം. കൈകസീതാതൻ മതിമാൻ വിനീതവാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലിനാൻ.
ചൊല്ലുവൻ ഞാൻ തവ നല്ലതും, പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്കാം. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടില്ലയോ നാശഹേതുക്കളായി ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായിടി വെട്ടുന്നിതന്വഹം ചോരയും പെയ്യുന്നതുഷ്ണമായെത്രയും. ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദംഷ്ട്രാന്യുതം. നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികൻ മാർജാരനോടു പിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടും ഔവണ്ണമേ. പന്നഗജാനം ഗരുഡനോടും തഥാ നിന്നെ തീർത്തിടിനാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായേറ്റം കരാള വികടനായി വർണ്ണവും പിംഗല കൃഷ്ണമായി സന്തതം കാലനെയുണ്ടു കാണുന്നില്ലാടവും. കാലമാപത്തിനുള്ളോന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായ നിന്നെ അത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതേ വെച്ചു വന്നിക്ക വൈകാതെ. രാമനാകുന്നതു വിഷ്ണുനാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊൾകദ്വയനാം പരമാത്മാനമവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരിധിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ട് അന്ധക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിരുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മനസ്സേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബനം നല്ല സാമർഥ്യം എന്നുൾക്കാമ്പിലെ ഓർക്കുന്നവൻ ജളനെത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തു പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ട് നിർണയം. വൃദ്ധൻ ഭവാൻ അതിസ്നിഗ്ധനാം മിത്രമിത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്ത്രനും പ്രാസാദമൂർധനി കരേറിനാൻ. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ. യുദ്ധത്തിനായി രജനീചര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധോ. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടു വിൽവാങ്ങിനാൻ. 10 കിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി ചിരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ. കോട്ടയിൽ പുക്കുടച്ചത്യന്ത ഭീത്യാ വസിക്കയില്ലത്ര നാം. ഭേരി മൃദംഗ പണവാനകാദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശ്വഷ്ട്രഖരഹരി ശാർദൂല സൈരിഭ സ്യന്ദന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപപ്രാസാദോമരമുൽഗര യഷ്ടി ശക്തി ഛുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തഭീത്യാജവം യുദ്ധസന്നദ്ധരായുദ്ധത ബുദ്ധിയോടബ്ധികളദ്രികളുർവിയും തൽക്ഷണമുദ്ധതമായിതു സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും
വജ്രദംഷ്ട്രൻ തഥാ ദക്ഷിണദിക്കിലും ദുശ്ചവനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമഗോപുരദ്വാരി പുക്കീടിനാൻ. മിത്രവർഗാമാത്യഭൃത്യജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശവക്ത്രനും. നീലനും സേനയും പൂർവദിഗ്ഗോപുരെ ബാലിതനയനും ദക്ഷിണഗോപുരെ വായുതനയനും പശ്ചിമഗോപുരെ മായാമനുഷ്യനാമാദിനാരായൺ. നീലനും സേനയും പൂർവദിഗ്ഗോപുരെ ബാലിതനയനും ദക്ഷിണഗോപുരെ വായുതനയനും പശ്ചിമഗോപുരെ മായാമനുഷ്യനാദിനാരായണൻ. മിത്രതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായുത്തരദിക്കിലും യുദ്ധമുറപ്പിച്ച രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളു 1000 അർബുദം 1000 ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയാകര പ്രളയങ്ങളെന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം. പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെക്കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെക്കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോലങ്കാപുരം തകർത്തിടിനാർ. കോട്ടാമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചെടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കയും. അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽഗര പങ്ക്തികൾ ഭിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകര പ്രഭ പൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാൻ നക്തഞ്ചരേന്ദ്രരും. ആർത്തി മുഴുത്തു ദശാസ്യന അവസ്ഥകൾ പേർത്തോമറിവതിനായച്ചിടിനാൻ. ശാർദൂലനാദിയാം രാത്രീഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കവികളായി. മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുൽക്കടരോഷേണ കൊല്ലുവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്രബുദ്ധ്യാ കൊടുത്താൻ അഭയം ദ്രുതം. ചെന്നവരും ശുഗസാരണരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ. മന്ത്രിച്ചുടൻ വിദ്യുജ്ജിഹ്വനുമായി ദശകന്ധരൻ മൈഥിലി വാഴുമിടം പുക്കാൻ. രാമശിരസ്സും ധനുസ്സും എന്നുടൻ വാമാക്ഷി മുമ്പിലമ്മാറു വെച്ചിടിനാൻ. ആയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണു കിടക്കും ദശാന്തരെ. വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നീടിനാനന്നേരം. വൈദേഹി തന്നോട് ചൊന്നാൾ സരമയും ഖേദമശേഷമകലെ കളക നീ എല്ലാം ചതിയെന്നു തേറിയിടിതൊക്കെ ഒക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിൽ ഇങ്ങില്ലൊരു സംശയം. കല്യാണദേവതേ വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം. ഇത്തം സരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൾ സീതയും. മംഗലദേവതാ വല്ലഭാജ്ഞാവശാൽ അംഗദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ. ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലമ്മാറു വെച്ചിടുക വൈകാതെ. യുദ്ധത്തിനാശു പുറപ്പെടുകല്ലെങ്കിൽ അത്തൽ പൂണ്ടുള്ളിലടച്ചങ്ങിരിക്കിലും. രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവൻ ബാണമിതെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ.
ജ്യാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ? നാണം നിനക്കേതുമില്ലയോ മാനസേ? ഇത്തമധിക്ഷേപ വാക്കുകൾ കേട്ടതി ക്രുദ്ധനായൊരു രാത്രിഞ്ചരവീരനും വൃത്രാരിപുത്രതനയനെ കൊൽകെന്നു നക്തഞ്ചരാധിപന്മാരോടു ചൊല്ലിനാൻ. ചെന്നു പിടിച്ചാർ നിശാചര വീരരും കൊന്നു ചുഴറ്റി എറിഞ്ഞാൻ കപീന്ദ്രനും. പിന്നെ അപ്രാസാദവും തകർത്തിടിനാൻ. ഒന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിനാനങ്കദൻ. പിന്നെ സുഷേണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുത്സുതൻ എന്നിവരധികം വാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലെന്നു പറഞ്ഞെടുക്കും നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗദകളും ഭിണ്ടിപാലങ്ങളും മുൽഗരാജാലവും ചക്രങ്ങളും പരിഘങ്ങളും ഈട്ടികൾ ശുക്രകജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് അടുത്താരക്കരും വീണാനാദവും വാരണാനാദവും വാജികൾ നാദവും തേരരുൾ നാദവും വാരണാനാദവും വാജികൾ നാദവും തേരുരുൾ നാദവും ഞാണൊലീനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കപികൾ നിനാദവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങുമിടതൂർന്നു മാറ്റൊലിക്കൊണ്ടുതേ ജംബാരി മുമ്പാ നിലിംബരും കിന്നര കിംപുരുഷോരഗ ഗുഹ്യക സംഘവും ഗന്ധർവസിദ്ധ വിദ്യാധര ചാരണാദ്യന്തരീക്ഷന്തരെ സഞ്ചരിക്കും ജനം. നാരദാനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളും നാരദാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാൻ. തുങ്കനാം ഇന്ദ്രജിത്തേറ്റാനതു നേരം അംഗദൻ തന്നോടതിന്നു കപീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജംബുമാലി നിശാചരൻ. സാരഥി തന്നോടുകൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോടു വിഭീഷണ വീരനും. നീലൻ നികുംഭനോടേറ്റാൻ തപനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടതാ ലക്ഷ്മീപതിയാൻ രഘുത്തമൻ തന്നോട്. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടതാ ലക്ഷ്മീപതിയാൻ രഘുത്തമൻ തന്നോട്. രക്ഷധ്വജ അഗ്നിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു പുക്കാർ സുരാലയം. വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും വാരിധി തന്നിൽ വീണിടിനാൻ. ഇന്ദ്രാത്മജാത്മജാനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തമ്പരാന്തേ മറഞ്ഞിടിനാൻ. നാഗാസ്ത്രമെയ്തു മോഹിപ്പിച്ചിതു ബദ രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കപികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ. വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ.
താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും ഹാഹാ വിഷാദേന ദുഃഖ വിഷണ്ണരായി മോഹിതന്മാരായി മരുവന്തശാന്തരെ. സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താജലങ്ങളും ഉക്ഷോഭമാം വണ്ണം സപ്താശ്വകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനാശനൻ അബ്ധിതോയം ദ്വിധാ ഭിത്വാ സ്വപക്ഷയുഗ്മോദ്ധൂത ലോകത്രയത്തോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിയിടിനാൻ നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ. ശാഖാമൃഗങ്ങളും അസ്ത്രനിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞുമേ വീടിനാർ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനു ബദ്ധസമ്മോദമനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടു പോയി മറഞ്ഞിടിനാൻ തർശനും. മുന്നേതിലും ബലവീര്യവേഗങ്ങൾ പൂണ്ട ഉന്നതന്മാരാം കപിവീരന്മാരെല്ലാം മന്നവൻ തന്നിയോഗേന മരങ്ങളും കുന്നും ശിലയും എടുത്തെറിഞ്ഞിടിനാൻ. വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പൂക്കിരിക്കുന്നതിൻ മുന്നമേ. വന്നാരവരുമീ ഇങ്ങെന്തൊരു വിസ്മയം, നന്നെത്രയും എന്നേ പറയാവൂ. ചെന്നറിഞ്ഞിടുവിനെന്തൊരു ഘോഷമിതെന്നു ദശാനനൻ ചൊന്നാരനന്തരം. ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ. വീര്യബലവേഗവിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കപികുലം ഹസ്തങ്ങൾ തോറും മലാതവും കൈക്കൊണ്ടു ഭിത്തി തന്നുത്തമാംഗത്തിന്മേൽ നിൽക്കുന്നോൻ. നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണുങ്ങളെങ്കിൽ എന്നാർത്തു പറകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ. മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോകാധൂമ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. യുദ്ധമനുഗ്രഹം ചെയ്തയച്ചാനതിക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ. ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. മാരുതിയോടെതിർത്താൻ അവനും ചെന്നു ദാരുണമായിതു യുദ്ധവും എത്രയും. വേലസി വെൺമഴു കുന്തം ശരാസനം ശൂലം മുസലം പരിഖ ഗദാദികൾ കൈക്കൊണ്ടു ആരണവാജി രഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വത തുല്യശരീരികളായ കപികളും തങ്ങളിലേറ്റു പൊരുതു മരിച്ചിതൊട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ ചോരയുമാറായൊഴുകി പല വഴി ശൂരപ്രവരനാം മാരുതി തൽക്ഷണേ. ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ എടുത്തൊന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശു ഗതയുമെടുത്തുടൻ പാരിലമ്മാറു ധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായതോ മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും. രാത്രിഞ്ചരെ ഒടുക്കി തുടങ്ങിനാൻ ആർത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും. മാരുതിയെ ഗത കൊണ്ടടിച്ചിടിനാൻ ധീരതയോടതീനാകുലമെന്നിയെ. പാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറുകൊണ്ടുംബർപുരത്തിങ്കൽ അമ്മാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിതു ഘോഷിച്ചതം ഗനമാർ വിലാപങ്ങളും. വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്താരിപ്രവരൻ മഹാബലൻ വജ്രദംഷ്ട്രൻ തന്നെ പോക യുദ്ധത്തിനായി. മാനുഷവാനരന്മാരെ
ജയിച്ചഭിമാന കീർത്തിയ വരികെന്നയച്ചിടിനാൻ. ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോടെതിർത്തിടിനാൻ. അനാദൃത്യ ചെന്നു കവികളോടേറ്റു മഹാബലൻ. വൃക്ഷശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ. ഖഡ്ഗശസ്ത്രാസ്ത്ര ശക്തിയാദികളേറ്റേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. 10 അംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദികളൊലിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ. താരേയനും വജ്രദംഷ്ട്രനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധോ. വാളും പറിച്ചുടൻ വജ്രദംഷ്ട്രൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കദൻ. അക്കഥ കേട്ടാശോ നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോടയച്ചാനതു നേരം കമ്പമുണ്ടായതു മേദിനിക്കന്നേരം. ദുശ്ചവനാരിപ്രവരനകമ്പനൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുതനയനോടേറ്റവനും നിജ കായം വെടിഞ്ഞു കാലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം പെരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജ രാക്ഷസസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം. രാമേശ്വരത്തോടു സേതുവിന്മേലും ആരാമദേശാന്തം സുബലോചലോപരി. രാമേശ്വരത്തോടു സേതുവിന്മേലും ആരാമദേശാന്തം സുബേലാചലോപരി. വാനരസേന പരന്നതും കോട്ടകൾ ഊനമായി വന്നതും കണ്ടോരനന്തരം. ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്നു കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ. നീയറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്കാരുമില്ലായ്കയോ. ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരന്മാരെ ഒടുക്കുവാൻ. പോകുന്നതാരെന്നു ചൊൽകെന്നു കേട്ടവൻ പോകുന്നതെന്നു ഞാനെന്നും കൈകൂപ്പിനാൻ. തന്നെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാൻ. 4 ലങ്കയിലുള്ള പടക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ. കുംഭഹനും മഹാനാഥനും ദുർമുഖൻ ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 തിങ്ങിന വൻപടയോടും നടന്നിതോ. ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവൻ തന്നകതാരിയിൽ ഉറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു. പാവകപുത്രനോടേറ്റോരനന്തരം മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ടു രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാർ. ചക്രഖഡ്ഗ പ്രാസശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കു മേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തീവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദിയായൊക്കെ ഒലിക്കുന്നു. അംഭോജ സംഭവനന്ദനൻ ജാംബവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനദനെയും സമുന്നതൻ തന്നെയും. പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലൻ അംഭോജ സംഭവനന്ദനൻ ജാംബവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും. പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരി പുക്കിരുന്നരുളിയിടിനാർ. രാവണന്റെ പടപ്പുറപ്പാട്. സേനാപതിയും പടയും മരിച്ചതോ മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. ആരെയും പോരിനയക്കുന്നതില്ലിനി, നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെയുള്ളോർകൾ പോന്നിടുക,
നമ്മുടെ തേരും വരുത്തുകെന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെൺചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ടു പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും. നീലാദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തോടെ തെരുതെരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭൂയി കണ്ടു രഘുവരൻ. മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സംജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതു കാണടോ, ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം. എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണചാപത്തോടു ബാലാർക്ക കാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്നതകമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തൊടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതാമായൊരു തേരിൽ കരയേറി. കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ വരുന്നതു രാവണൻ തന്മകൻ. പൊന്നണിഞ്ഞാനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവ. വാജിമേലേറി പരിഖം തിരിപ്പവനാജിസുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. എരുതിൻ മുകളേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശിരസ്സല്ലോ. രാവണൻ തന്മകൻ മറ്റേതിനങ്ങേതു ദേവാന്തകൻ തേരിൽ വന്നതു മന്നവ. കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംഭൻ പരിഘായുധൻ അല്ലോ. ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ഇത്തം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്നു ഞാൻ എന്നരുളി ചെയ്തു. നിന്നരുളും നേരം വന്ന പടയോടു ചൊന്നാൻ ദശാസ്യനും. എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തോ കടന്നൊരു ഭാഗമേ. പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനു ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായ്കയുമില്ലതിന്നേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്നു ലങ്കാപുരം മേവിനാർ. വൃന്ദാരകാരാതി രാവണൻ വാനര വൃന്ദത്തെ എയ്തെയ്തു തള്ളിവിട്ടിടിനാൻ. വാനരേന്ദ്രന്മാരഭയം തരികെന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നിടിനാൻ. വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ. വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ടു കൗസല്യാതനയനും പോരിനൊരുമിച്ചാൻ. വമ്പനായുള്ളോരിവനോടു പോരിനു മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നിരന്നിടിനാൻ. മന്നവൻ താനും അരുൾ ചെയ്തിതന്നേരം. വൃത്രാരിയും പോരിൽ വിത്രസ്തനായി വരും നക്തഞ്ചരേന്ദ്രനോടേറ്റാലറിക നീ. മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവുമില്ലവർക്കാർക്കുമിൽ ഒരിക്കലും.
ചന്ദ്രചൂടപ്രിയനാകും ആകയും മുണ്ടിവൻ മന്ദഹാസാഖ്യമാം വാളുമുണ്ടായുധം ഇല്ല നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെല്ലാം ചൊല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം